ഗൈസ്, അപ്പം വെൽക്കം ടു അവർ ചാനൽ. ഇവിടെ എന്നെ അടിക്കുന്നത് പറയാം. അപ്പം ഒരു ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നേരത്തെ അടിച്ച പടമില്ലേ ലുക്ക, മറ്റേ എൻ്റെ പോക്കുമോൻ ക്യാരക്ടർ ഉണ്ട്, അതിൻ്റെ ബാക്കി കളറിങ് ഞാൻ ചെയ്യാൻ പോയപ്പോഴത്തേക്കുമായിരുന്നു എൻ്റെ ഫോണിൻ്റെ ഹാങ്ങിങ് കാരണം അത് ഫുള്ള് അതായിപ്പോയി. അപ്പം ഞാൻ ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്, വരച്ചിട്ട് എവിടേക്കാണ് കളറടിക്കണമെന്നുള്ള എഴുതിയിട്ടുണ്ട്. ഫോൺ അമ്മയ്ക്ക് ആവശ്യമുണ്ട്, ഞാൻ കൊടുത്തു വിട്ടു. വരയ്ക്കേണ്ടത് എവിടൊക്കെയാണെന്നുള്ളത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രശ്നം ഇതുകൊണ്ടുള്ളതുകൊണ്ട് ഇതിലുള്ള ഓയിൽ പേസ്റ്റൽസ് ആണ്. ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് വരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇതിന് ഞാൻ ശ്രമിക്കാം. അപ്പം നിങ്ങളുടെ പോരും നമുക്കിപ്പോൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതിനെ നേരത്തെ വരച്ചിട്ടുള്ളത് ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ടുള്ളതല്ല. നമ്മൾ നോർമൽ ക്രയോൺ ഇല്ലേ, അത് നേരത്തെ ഇതിനെ വരച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് സംശയം ഇതാണ് ഓയിൽ പേസ്റ്റൽസ് വെച്ച് വരച്ച അവസാനം ഇത് കുളമാവുമെന്ന്. അപ്പം പറഞ്ഞ പോലെ തന്നെ എവിടെയൊക്കെ ബ്ലാക്ക് അടിക്കണം, എവിടെയൊക്കെ റെഡ് അടിക്കണം എന്നറിയാവുന്നതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ അടിച്ചു പോകുന്നു. അപ്പം ഞാൻ അടിക്കാനില്ലേ പഠിക്കട്ടെ. അപ്പം ശ്രീ മാസ്റ്റർ പീസ് തപ്പി എടുത്തോ. ഇങ്ങനെ അപ്പം മാസ്റ്റർ പീസ് കണ്ടുപിടിച്ചോ നീ? ഞാൻ സീക്രട്ട് പോട്ടെ, ഞാൻ നമ്മൾ ഗൈസ് അറിയാൻ പാടില്ല കേട്ടോ. ഗൈസിനോട് ഞാൻ പറഞ്ഞിട്ടോ. അപ്പം ശ്രീക്കുട്ടി ഇടയ്ക്ക് ഒരു സാധനം മോഷ്ടിച്ചായിരുന്നു. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് ഞങ്ങൾക്ക് ചെറിയൊരു ഉണ്ട്. അപ്പം തുടങ്ങാം. അതെന്തായാവട്ടെ. അപ്പം ഞാൻ ഇത് കളറടിച്ച് തുടങ്ങാം. കീബോർഡ് വർക്കട്ടെ. അപ്പം ഇവിടെ മിക്കവാറും ഇന്ന് സമയം കളയത്തുള്ളൂ. ഇവിടുന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന്. പക്ഷേ എപ്പോഴത്തേക്ക് ചെയ്യണമെന്ന് അറിയാം. കഴിവ് നോക്കട്ടെ. അപ്പം ബാക്കി അടിച്ചിട്ട് വരാം. ഇവിടെ നിൽക്കുന്നു. അപ്പം ഗൈസ് പറഞ്ഞ പോലെ തന്നെ ഞാൻ റെഡ് ഇച്ചിരി കംപ്ലീറ്റ് ആക്കി. ഇച്ചിരി എന്ന് പറയുമ്പോൾ റെഡിൻ്റെ ആവശ്യം എവിടെ ആയിരുന്നോ അതെല്ലാം ഞാൻ നിശ്ചയത്തോളം തീർത്തിരിക്കുന്നു. കാരണം എവിടെയൊക്കെ അടിക്കാനുണ്ടായെന്ന് വെച്ചാൽ വന്നിട്ടുണ്ട് മോഷ്ടിക്കാനായിട്ട്. ഗൈസ് അപ്പം ആവശ്യമുള്ളിടത്തല്ല ഞാൻ അടിച്ചു കഴിഞ്ഞു. പക്ഷെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ഈ ഓയിൽ പേസ്റ്റൽസ് ആയതുകൊണ്ട് ഇതിനകത്ത് പൊട്ടിയൊരു പാർട്ട് വെച്ചപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഒരെണ്ണം ഇച്ചിരി പൊട്ടിയ പാർട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ല ഞാൻ പെട്ടുപോയേനെ. കാരണം ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ അടിക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഇനി ഞാൻ കഷ്ടപ്പാട് അറിയാൻ പോയി. ഞാനിപ്പം നിങ്ങളെ റെഡ് വെച്ച് അടിച്ചതിൻ്റെ അത്ര ഞാൻ കാണിച്ചു തരാം. റെഡ് വെച്ച് നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിന് ആവശ്യം. ബാക്കി ഇവക്ക് ഫുൾ ആവശ്യം ബ്ലാക്കും ബ്ലൂവും ആണ്. അപ്പം നമുക്കിനിയും ബ്ലാക്കും ബ്ലൂ അടിക്കണം. അപ്പം നമ്മൾ ഓയിൽ പേസ്റ്റൽസിൻ്റെ ബ്ലാക്ക് അടിക്കാൻ പോയാൽ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മളൊരു കാര്യം ചെയ്യും, നമ്മൾ പെൻസിലിൻ്റെ ബ്ലാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ ഫസ്റ്റ് അവളുടെ മുഖം നമുക്കത് ട്രൈ ചെയ്യാം. ഇതൊക്കെ ട്രൈ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഞാൻ വരയ്ക്കാമെന്ന് ഞാൻ ഉറപ്പ് നോക്കിപ്പോയി. അപ്പം വരച്ചേ പറ്റും. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതെൻ്റെ പെൻസിലാണ് കടിക്കണ്ട. ഇത് ഞാൻ പെൻസിലായിട്ട് ഇതിന്റെ പുറകെ പോയ അവസരം ഞാൻ പെട്ടുപോയത്. ഒന്നുമില്ല. സീ ബ്ലൂ എടുക്കുക. സീ ബ്ലൂ തന്നെ ഇല്ല, ഇത് ലൈറ്റ് ബ്ലൂ കറക്റ്റാ. കണ്ണിൻ്റെ സപ്പോസ്ലി അകത്ത് തന്നെ വരണം എന്ന് വിചാരിച്ചു. ഐ തിങ്ക് അത് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഡാർക്ക് പെൻസിൽ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും ഞാൻ. അപ്പോൾ ഡാർക്ക് പെൻസിൽ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ ശ്രമിക്കാം. ഡാർക്ക് പെൻസിൽ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പെൻസിൽ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. സമയം എടുത്തു. എനിക്ക്
ഈ പെൻസിൽ കൊണ്ടുവരാനായിട്ട്. എന്റെ മാസ്റ്റർ പീസ് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പം ഇതിനകത്ത് പ്രശ്നം ഇതാണ്. ഓക്കെ, അത് റേറ്റ് ചെയ്യാൻ നമുക്ക്. ഇതിനകത്ത് പ്രശ്നം ഇതായിരുന്നു, ഞാനത് എവിടെ നിന്ന് പോയി പറക്കെടുക്കേണ്ടി വരുന്നതായിരുന്നു. എന്താ ഭാഗ്യം കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു, എൻ്റെ ഒരു എക്സ്ട്രാ അതിൻ്റെ ലാസ്റ്റ് കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇതുകൊണ്ട് പോരുന്നു. അപ്പം ഇതിനെ ഡാർക്കായിട്ട് അടിക്കുക എന്നുള്ള എൻ്റെ ഒറ്റ ചാൻസ് ആയിരുന്നു എനിക്ക് മിസ്സാകുന്നത്. അപ്പം ഞാൻ ഇതിനെ ഇപ്പം പെൻസിൽ വെച്ച് ഡാർക്ക് ബ്ലാക്ക് അടിക്കുകയാണ്. കാരണം ഓയിൽ പെൻസിൽസ് വെച്ച് ബ്ലാക്ക് അടിക്കാൻ പോയാൽ ശരിയാവത്തില്ല. ഇപ്പം ഇല്ലല്ലോ, ഓയിൽ പെൻസിൽസ് വെച്ച് ബ്ലാക്ക് അടിച്ചാൽ മിക്കവാറും ഇതാവത്തുണ്ടായിരുന്നുള്ളൂ. ഇച്ചിരി റിയലിസ്റ്റിക് തോന്നിക്കാനായിട്ട് കുറച്ച് അഡ്ജസ്റ്റിങ് ഷെയ്ഡിങ് ഒക്കെ ചെയ്യും. അതൊക്കെ പാട്ടായിട്ട് വരുന്നേ ഉള്ളൂ, അല്ലാണ്ട് നമ്മളത് അഴുക്കാവുകയൊന്നും ചെയ്യണം. ഇതെല്ലാം ആയതിനാലാണ് ഞാൻ പെട്ടിരിക്കുന്നത് ഇവിടെ. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ചെവി വർക്കാവണം, ശരിയാണ്, എല്ലാം കാരണം ചെറുതായിട്ട് നിൽപ്പിട്ടിട്ടുണ്ട് ഇവിടെ. ബൈ ദ വേ, നിങ്ങളുടെ ഫേവറേറ്റ് പോക്കിമോൻ ക്യാരക്ടർ ഏതാൻ പറയാമോ? അതറിഞ്ഞ അടുത്ത നിങ്ങളുടെ ഫേവറേറ്റ് ആയിരിക്കാം, അതാ ചോദിച്ചത്. അതാകുമ്പോ എൻ്റെ ബുക്കിന് കൃത്യമാകുമല്ലോ ഒരു പോക്കിമോൻ ക്യാരക്ടർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. കാരണം ഞാൻ നീ എന്തൊക്കെ വരയ്ക്കും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. കാരണം അവധിക്ക് ഞാനിപ്പോൾ ഫുള്ള് ചിലപ്പോൾ വരയായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ ഇവിടെ ടൂർ പോവുക, കസിൻസിനോട് നടക്കുക, അതൊക്കെ ആയിരിക്കും എൻ്റെ കൂടുതലും പണികൾ. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ടൈമിങ്ങിൽ ഞാൻ ഇത് വരയ്ക്കും ശ്രമിക്കും. അപ്പം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ ഞാനത് വരയ്ക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ആയിരിക്കും. അപ്പം എന്നാൽ ഇത് കുറച്ചുകൂടി കൊണ്ടാക്കിയിട്ട് വരാം, കാരണം ഒത്തിരി ഉണ്ട് വരയ്ക്കാൻ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഗൈസ് ഓൾമോസ്റ്റ്ലി കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇത് ഓൾമോസ്റ്റ്ലി കംപ്ലീറ്റ് ആവാറായി. ഇനിയും ഇതിൻ്റെ കുറച്ച് പാർട്സ് ഉണ്ട്. അത് ഞാൻ ഇപ്പം കാലിൻ്റെ ഒക്കെ പാർട്ട് വരുമ്പോൾ ഇത് നമ്മൾ മേളിൽ ഡാർക്കായിട്ട് അടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ലൈറ്റായിട്ട് താഴെ അടിക്കും. പിന്നെ അതിൻ്റെ അത് ഓക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതുകൊണ്ട് ചെയ്യുന്നു. ഇനി ഗൈസ് ഇത് സെക്കൻഡ് പാർട്ടാണ് എൻ്റെ ആ വീഡിയോയുടെ. ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. എന്തായിരുന്നു സ്റ്റോറേജിടെ ഞങ്ങൾ ആ ഒരു സമയത്തായിരുന്നു കളർ അടിക്കാനുള്ള പ്ലാനും കൊണ്ട് വന്നത്. ജസ്റ്റ് ആ കളർ അടിക്കാൻ തുടങ്ങാനായിട്ട് ആ ഒരു കളർ പെൻസിൽ കയ്യിലോട്ട് എടുത്ത് വെച്ചപ്പോഴത്തേക്കും എൻ്റെ ഫോണ് എൻ്റെ സ്റ്റോറേജ് ഹാങ് ആയിപ്പോയി. മീൻസ് സ്റ്റോറേജ് ഉണ്ടായിരുന്നു, എന്നാൽ ഹാങ് ആയിപ്പോയി. അത് കാരണം എനിക്ക് ശരിക്കും അപ്പം പറ്റിയില്ല. ഇതാണ് ഞങ്ങളുടെ പാർട്ട് 2. ഇത് പാർട്ട് 2 ആയിട്ട് കണക്കാക്കാം. സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് അത് എടുത്താൽ മതി. അപ്പം നിങ്ങളുടെ ഇത് കാണിക്കണം എന്ന് വിചാരിച്ചതാണ് ഞാൻ. അതിപ്പോൾ എടുക്കണേ പിന്നെ കാണിച്ചോളാം. ഓക്കെ, അപ്പം എൻ്റെ ഗൈസിനായിട്ട് ഞാൻ അതടുത്ത വീഡിയോയിലോ അതോ ഈ വീഡിയോയിൽ തന്നെ ഞാൻ അതിനെ ഇറക്കുന്നതായിരിക്കും. ഇനി ഈ വീഡിയോ എനിക്ക് ഹാങ് ആയിപ്പിക്കുന്ന പാർട്ട് 3 നടക്കുന്നതായിരിക്കണം. അപ്പം ഇതും ആയിക്കഴിഞ്ഞു. ഇനി ഇവളുടെ മുഖത്താണ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട്ലി ലൈറ്റ് അടിക്കേണ്ടത്. കാരണം മുഖത്ത് ഡാർക്കായി കഴിഞ്ഞാൽ പിന്നെ മുഖം എവിടെ കാണും. അപ്പം ഞാൻ ജസ്റ്റ് ലൈറ്റ് ആക്കിയിരിക്കുന്നു. ഇനി ഇവിടെ പ്രശ്നം ഇവളുടെ മുടിയുടെ ബാൻഡാണ്. അത് നമ്മൾ വിചാരിക്കും നമ്മുടെ കൊച്ചു മുടി കെട്ടിക്കൊണ്ട് നടക്കുന്ന കുട്ടിയാണ്. ഇതിനെപ്പോലെ മുടി അല്ല, ഞാനും മുടി അയച്ചേക്കാണ്. ഞാൻ മുടി അയച്ചേക്കുക. See my hair is band. You know my hair is band. അപ്പം ഞാൻ ഇതിനകത്ത് ചെറിയ ചെറിയ ഡീറ്റെയിലിങ്സ് കൂട്ടാൻ ശ്രമിക്കുന്നു. കാരണം എൻ്റെ ഇത് ഓക്കെ ആയിട്ടുണ്ട് ഏകദേശം. എൻ്റെ കണ്ണിൽ എൻ്റെ സൂപ്പറായിട്ടല്ല എൻ്റെ കണ്ണിൽ കാണുന്നത്. പക്ഷേ ഇല്ല, കാരണം
ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുടെ അവരിട്ടേക്കുന്നത് ഏതാണോ അത് തന്നെ അവർക്ക് deserve ചെയ്യും. അപ്പം പുതിയ മുടി ലാസ്റ്റ്ലി വൺ തിങ് ഞാൻ എപ്പോഴും മറക്കാത്തൊരായിട്ടാണ് അല്ല ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യട്ടെ. കാരണം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഈ ഓയിൽ പേസ്റ്റ് അടിച്ചതിനാൽ നമ്മുടെ കൈയുടെ ഇതുമല്ല ഇതിലാ പെട്ടത്. പിന്നാണ് വെള്ളത്തിൽ ഫ്ലോട്ട് ആവും. കാറ്റ് കൊണ്ട് തന്നെ മനസ്സിലാവും. ഓക്കെ അപ്പം now for my signature. കളിയാതായി. So here you go guys. അപ്പം ഞാൻ ഫൈനലി വരച്ചിരിക്കുന്നു ചേച്ചിയുടെ ഫേവറേറ്റ് ക്യാരക്ടർ. എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ. അപ്പൊ ഇതിന്റെ പേരും കൂടി എഴുതി വെച്ചേക്കാം. അല്ല നാട്ടുകാർക്ക് മനസ്സിലാക്കും. നാട്ടുകാർക്ക് ആരും കാണിക്കാൻ പോകുന്നില്ല ഞാൻ. പിന്നെ റിയൽ പേര് കമന്റ്. റിയൽ പേര് തന്നെയാണ് ചോദിച്ചത്. ഇവളുടെ കണ്ണിൽ ഇവർക്ക് പേരങ്ങോട്ട് ശരിയാവുന്നില്ല. ആർക്കെന്നുള്ള അത് വേണ്ടിയിട്ട് അവസാനം എൻ്റെ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വരുന്നത് ടാറ്റാ ബൈ. See you Next time.